ഹലോ ഗായ്സ്, ഈ സാധനം വെക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? അതെ, നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് സാധനം വെക്കട്ടെ എന്നാണ് ആൾ പറഞ്ഞത്. നമ്മളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെല്ലാവരും അവിടെ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ, നമ്മളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. പുലർച്ചെ ഒരു 5-5:30 കേട്ടോ നമ്മൾ പുറപ്പെട്ടത്. ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതാ ഞങ്ങൾ ഇറങ്ങി ഒരു 3/4 മണിക്കൂർ, 44-45 കിലോമീറ്റർ കാണിക്കണേ. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ലൊക്കേഷൻ വിട്ടുതരാം. അവിടുന്ന് എവിടെയെങ്കിലും നീങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് പോവാട്ടോ. പോവാട്ടോ. സെറ്റ്. ഓക്കെ എന്നാ പോവല്ലേ? അടക്ക് പുറത്തേക്ക് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ അതിഥി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അതിഥി, എൻ്റെ ഏട്ടൻ്റെ മോനാണ്. ഞങ്ങളുടെ ഈ യാത്ര ഇന്ന് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. നമുക്ക് ഒരു ഹാമ്പറിൻ്റെ ഓർഡർ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി കുട്ടികളെയൊക്കെ കൊണ്ട് പോയി ഒരു ട്രിപ്പ് മോഡിൽ അങ്ങോട്ട് പോവാന്ന്. വണ്ടി ഒന്ന് ചെറുതായിട്ട് അനങ്ങിയപ്പോഴേക്കും കുട്ടികളൊക്കെ ഒന്ന് അങ്ങോട്ട് മയങ്ങി കേട്ടോ. അപ്പോൾ അവർ 3 ആളും നല്ല ഉറക്കമായിരുന്നു. സാധാരണ വണ്ടി അനങ്ങിയാൽ ആദ്യം ഉറങ്ങുന്ന ആൾ ഞാനാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാനുള്ളതുകൊണ്ട് ഉള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണെന്നറിയില്ല, നമുക്ക് ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചതല്ലേ, അപ്പോൾ അത് അവരുടെ കയ്യിൽ ഭദ്രമായിട്ട് എത്തിക്കാതെ എനിക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പമ്പിലും ഒക്കെ വണ്ടി നിർത്തുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഹാമ്പറിന് ഡാമേജ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് അത് അവരുടെ കയ്യിലെത്തുന്നത് വരെ ഒരു ടെൻഷനാണ്. അവരുടെ കയ്യിലെത്തിയാലും നമുക്ക് അവരുടെ അന്നത്തെ ദിവസത്തെ ആ പരിപാടി കഴിയുന്ന വരെ കഴിഞ്ഞിട്ട് അവർ നമുക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വിളിച്ചിട്ട് നമ്മളോട് പറയും ആ പരിപാടി ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഹാമ്പർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു വീഡിയോയിലും ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവരും വെയിറ്റിംഗ് ആവും, ഈ അവരെ ഓർഡർ ചെയ്തിട്ടുള്ള ഈ സംഭവം എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെറ്റാക്കുക എന്നൊക്കെ ഉള്ള കാര്യത്തിൽ. അപ്പോൾ അത് കാണുന്ന അവർക്കും സന്തോഷമാണ്. അപ്പോൾ അവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിംഗ് ആവും കേട്ടോ, എങ്ങനെയാണ് അവർക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏകദേശം നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 7:30 മുൻപേ അവിടെ എത്തിയിട്ടുണ്ട്. 7:30 ആണ് അവർ പറഞ്ഞ സമയം, അതിന് മുൻപേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ലൊക്കേഷനൊക്കെ അവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ പോലും നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ പോകുന്നുണ്ടായിരുന്നത്. നമ്മളും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ പാസ് ചെയ്തിട്ട് കുറച്ച് ദൂരം അവർ മുന്നോട്ട് പോയി. പക്ഷേ കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടോ. നമ്മൾ വല്ലാതെ വൈകാതെ തന്നെ അവരെയും ബുദ്ധിമുട്ടിക്കാതെ വേഗം ഹാമ്പറുമായിട്ട് അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമായിരുന്നു കേട്ടോ. പക്ഷെ ആ പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു കേട്ടോ. അവരെ വണ്ടി കാണാഞ്ഞപ്പോൾ ഇനി വല്ലാതെ ദൂരം പോയോ എന്താണെന്നൊന്നും അറിയില്ല. അവർക്കും എത്തേണ്ടത് എറണാകുളത്താണ്. അപ്പോൾ നമ്മൾ കാരണം അവരുടെ നേരം വൈകിയാൽ അത് നമുക്ക് സങ്കടമാണല്ലോ. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നമ്മളാണെങ്കിൽ അവർ പറയുന്ന സമയത്തിൻ്റെ മുൻപേ അവിടെ എത്തി, ഇത് നമ്മൾ കറക്റ്റ് അവർ പറഞ്ഞ സമയത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നേരത്തെ എത്തിയത്. എന്നിട്ട് പോലും നമുക്ക് അവരെ കയ്യിൽ പെട്ടെന്ന് അത് ഡെലിവറി ചെയ്യാൻ പറ്റാതായപ്പോൾ ഒരു സങ്കടം വന്നു കേട്ടോ. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ട് നമ്മുടെ ഹാമ്പർ നമ്മൾ അവർക്ക് കൈമാറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഡെലിവറിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നീങ്ങി. പ്രീതമ എല്ലാതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കാറിൽ വെച്ച് തന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് അവിടെ നിന്നെടുത്ത് കുടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഹോട്ടലിലൊന്നും കയറി ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. പൊതുവേ എങ്ങോട്ട് പോവുകയാണെങ്കിലും പ്രീതമ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാതും വെച്ചുണ്ടാക്കി വെള്ളം ഒരു 3-4 കുപ്പി വയ്ക്കും, ചായ ഫ്ലാസ്കിൽ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാതും നമ്മളെ കയ്യിലുണ്ടാവും. മെഡിസിൻസ് വരെ പ്രീതമ്മയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ചായയൊക്കെ ആക്കി തന്ന് നമ്മളെ പുലർച്ചെ നേരത്ത് പറഞ്ഞയച്ചതിന് പ്രീതമ്മയോട് മാത്രമല്ല എല്ലാവരോടും നന്ദി കേട്ടോ. നമ്മളെ ഫാമിലിയൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഫാമിലി മാത്രമല്ല ഫ്രണ്ട്സും. അപ്പോൾ അതിനിടയിലാണ് കേട്ടോ ഈ ഒരു പരിപാടി. നമ്മുടെ അക്കുവിന് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ
ബീച്ച് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കയറി. നമ്മൾ പോളിയോ ഒന്നും മുടക്കരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടി അങ്ങോട്ട് തീർത്തു. പക്ഷെ അക്കു ഭയങ്കര കരച്ചിലായിരുന്നു. ഇഞ്ചക്ഷൻ ആണോ എന്ന് കരുതിയിട്ടാണ് തോന്നുന്നുണ്ട്. ആള് നിർത്താതെ കരയായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ ബീച്ചിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ. പിന്നെ അവരുടെ കളിയാണ്, അവരെ അർമാദിക്കായിരുന്നു നമ്മുടെ അച്ചും ആദിയും. രണ്ടാളും നല്ല രസത്തിൽ കളിക്കായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് തന്നെ ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടോ. പിന്നെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ടോ കളി. അടിപൊളി, നല്ല വൈബിലായിരുന്നു അവർ. നമ്മൾ പിന്നെ കുറേ നേരമൊന്നും വെയിലത്ത് നിന്നില്ല. എന്താ വെച്ചാൽ അക്കൂനെയും കൊണ്ട്, അക്കൂന് നല്ല പേടിയായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ഒരു മൂലക്കൊക്കെ കണ്ട് ഒതുങ്ങി കഞ്ഞികുടിയിലും ഭക്ഷണം കഴിക്കലിലൊക്കെ അങ്ങോട്ട് കൂടി. പക്ഷേ ഇവർ നല്ല കളിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ലുലുമാൾ പോയി. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പക്ഷേ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് തിരിച്ച വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഷ്ണവും ഹോമിനായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.